ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഇനി ഒരു ബിഗ് ബോസ് സീസൺ വരും കാലങ്ങളിൽ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ക്ഷണം കിട്ടുവാണെങ്കിൽ നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്, അതേപോലെ തന്നെ മാറ്റാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് മത്സരാർത്ഥികൾക്ക് കൊടുത്തിട്ടുള്ള ഒരു മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത്. എന്തായാലും അനീഷ് അത് ഗംഭീരമായിട്ട് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്, ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുകയാണെങ്കിൽ ആദ്യ ദിനങ്ങളിൽ തന്നെ ഒന്ന് ചിരിച്ചു തുടങ്ങും. അതായത് എനിക്ക് ഇവിടെയാണെങ്കിലും ഞാൻ ചിരിക്കാനോ തമാശയിലോ അധികം തന്നെ ഒരു ലവബിൾ ആയിട്ടുള്ള ക്യാരക്ടറായിട്ടും ഞാൻ ആദ്യ ദിനങ്ങളിൽ നിന്നിട്ടില്ലായിരുന്നു. സോ ആ ഒരു തമാശയൊക്കെ ആസ്വദിച്ച് ആദ്യ ദിനങ്ങൾ തൊട്ട് എനിക്കത് മുമ്പോട്ട് കൊണ്ടുവരണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം ഞാൻ ഇപ്പോഴേക്കാണ് അത്രയധികം തന്നെ സന്തോഷിക്കുന്നത്. അത് മാറ്റി എനിക്ക് ആദ്യ ദിനം തൊട്ട് അങ്ങനെ ചെയ്തു വരണമെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ മാറ്റാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം, അതാണ് എനിക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ വേറൊരാളടുത്ത് പോയി പറയാതിരിക്കുക, അതായത് പരദൂഷണം പറയാതിരിക്കുക. അത് എനിക്ക് ഭയങ്കര അധികം തന്നെ മാറ്റം വരാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം തന്നെയാണ്. കാരണം ഞാൻ ആരെയും ഒരു രീതിയിൽ പോലും അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഞാൻ 100% ഉറപ്പിച്ച് പറയുകയാണ്. അതെൻ്റെ ഒരു നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നു എന്നുള്ള രീതിയിലാണ് അനീഷ് സംസാരിച്ചിട്ടുള്ളത്. പിന്നീട് നൂറ പറയുന്നു എനിക്ക് സ്റ്റേജ് ഫിയർ മാറ്റണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അതേപോലെ തന്നെ ഞാൻ ഫെയർ ആയിട്ട് തന്നെ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ അത് തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അതേപോലെ ആദില പറയുന്നു എനിക്ക് ഇമോഷണലി ഞാൻ വീക്കാണ്, ചില ആൾക്കാരെ നെല്ലും പതിരും പോലെ വേർതിരിച്ചെടുക്കാൻ എനിക്കറിയില്ല, അതെനിക്കിപ്പം മാറ്റാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിനിപ്പോൾ വരുന്ന സീസണിൽ അങ്ങനെയൊക്കെ തന്നെ മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു. സാബുമാൻ പറയുന്നത് ഞാൻ കുക്കിംഗ് പഠിച്ചു, അതേപോലെ തന്നെ മേക്കപ്പ് പഠിച്ചു, ഇതൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവരണം. അതേപോലെ തന്നെ സ്റ്റേജ് ഫിയറും അതേപോലെ തന്നെ പെർഫോമൻസ് ആൻസൈറ്റിയും ഇതെല്ലാം തന്നെ എനിക്കൊന്ന് മാറ്റിയെടുക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ കളിക്കാൻ പ്രത്യേകിച്ചൊരു സ്ട്രാറ്റജി ഒന്നും വേണ്ട, ഞാൻ അതേ രീതിയിൽ തന്നെ ഗെയിം കളിക്കുന്നത്, ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അക്ബർ പറയുന്നു എനിക്ക് എൻ്റെ എനർജി ഇങ്ങനെ അനാവശ്യ കാര്യങ്ങൾക്ക് ലൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാരണം നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ ഒരുപാട് അധികം തന്നെ ആൾക്കാർ വരും, കാരണം അപ്പം നമ്മൾ അധികമായിട്ട് എനർജി കളഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ പറയുന്നു. പിന്നെ പ്രൊവോക്കിംഗ് പാർട്ട് ഞാൻ ഒരിക്കലും മാറ്റാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് മത്സരാർത്ഥികൾക്ക് കൊടുത്തിട്ടുള്ള ഒരു മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത്.